ഇതൊക്കെ വാങ്ങിച്ച് വണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ് സ്പോട്ടിൽ തന്നെ നമ്മളെ പല്ല് പോവും. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള റെപ്ലിക്ക ബ്രംബോ ആൻഡ് RCBയിലെ ഹൈഡ്രോളിക് ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ഒരു 1500 റേഞ്ചിൽ തന്നെ ഈ ബ്രേക്കിംഗ് സിസ്റ്റമൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതൊക്കെ പക്ക ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇതിൻ്റെ ഒറിജിനലിൻ്റെ പ്രൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒറിജിനലിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ആൾമോസ്റ്റ് ഒരു 10K പ്ലസ് ആണ് പ്രൈസ് വരുന്നത്. ഈ കിട്ടുന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനത്തിൽ തന്നെ പിന്നെ ഫസ്റ്റ് കോപ്പി ആണോ സെക്കൻഡ് കോപ്പി ആണോ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മൾ ചുമ്മാ ലുക്കിൻ്റെ ബേസിസിൽ ഓരോ എസ്തെറ്റിക് പാർട്സൊക്കെ വാങ്ങിച്ച് വെക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയാലും കുഴപ്പമില്ല. ഇതേപോലുള്ള വർക്കിംഗ് ആയിട്ടുള്ള അതും റിലയബിൾ ആയിട്ടുള്ള നമ്മളെ ബ്രേക്കിങ്ങിൻ്റെ പാർട്സൊക്കെ മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് നമുക്ക് എന്തായാലും പണിയാണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് കൂടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടും, അത് ഒറിജിനൽ ആണെങ്കിൽ മാത്രം. പിന്നെ ചിലവർക്കൊക്കെ വണ്ടിയിൽ വെക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചാൽ തന്നെ ഫീഡൊക്കെ കൂടുതൽ ഫീൽ ചെയ്യും. പക്ഷേ അത് എത്ര നാൾ നിൽക്കുമെന്നോ എപ്പോഴാണ് ഫെയിൽ ആവുമെന്നോ നമുക്ക് പറയത്തില്ല. ഇതൊക്കെ റണ്ണിങ്ങിൻ്റെ സമയത്ത് ഫെയിലായി കഴിഞ്ഞാൽ വീണ് സ്പോട്ടിൽ തന്നെ നമ്മളെ പല്ല് പോവും. പിന്നെ ഇതിന് വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇതിന് സെപ്പറേറ്റ് സ്പെയർ ആയിട്ടൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ബ്രേക്കോ MC കിറ്റോ ബ്രേക്ക് ലിവറോ MC കിറ്റോ വല്ലതും ഒടിഞ്ഞാൽ തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഈ മൊത്തത്തോടെ ഈ സിസ്റ്റത്തോടെ തന്നെ നമ്മൾ വാങ്ങിച്ച് മാറ്റേണ്ടി വരും. മിക്കുള്ളവർക്കും ഈ ഒരു പെർഫോമൻസ് കൂടുമെന്നും ഈ ലുക്കിനൊക്കെ വേണ്ടിയായിരിക്കും ഇത് വെക്കുന്നത്. അങ്ങനെ പെർഫോമൻസ് ഒന്നും അങ്ങനെ കൂടില്ല. വെക്കുന്നെങ്കിൽ ഒറിജിനൽ തന്നെ വാങ്ങിച്ച് വെക്കാൻ നോക്കുക. പിന്നെ ഈ ലുക്കിന് വേണ്ടിയാണ് സെറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ തന്നെ ഡമ്മി ക്യാൻസൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിച്ച് ചുമ്മാ ഡമ്മി ആയിട്ട് വെച്ചിട്ട് ഫ്ലൂയിഡ് നിറച്ചാൽ ഹോഫ് ഫുഡ് എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രം മതി. ആ ഒരു ലുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാൻ നേരത്താണെങ്കിൽ ഇതുകൂടെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വാങ്ങിച്ച് വെക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.